രാവിലെ ചായ കുടി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകലാണ്. പിന്നെ രാവിലെ തന്നെ ദോശ ചുട്ടു, ചമ്മന്തി അരച്ച് അത് കഴിച്ചിട്ട് അമ്മ അനിയത്തിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഞങ്ങളുടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ പാഷൻ ഫ്രൂട്ട് മരത്തിൽ പടർന്ന് കിടക്കുന്നത് കാണാം കേട്ടോ. അത് നിറച്ച് വാഴത്തത്ത വന്നിരുന്ന് അതിനെ കൊണ്ട് ഒക്കുന്ന വേലത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നുണ്ട്. അത്തിപ്പഴത്തിൻ്റെ മരത്തിലാണ് ഈ പാഷൻ ഫ്രൂട്ടും കൂടെ പടർത്തിയേക്കുന്നത്. അതുകൊണ്ട് അത്തിപ്പഴവും കിട്ടാറില്ല, പാഷൻ ഫ്രൂട്ടും കിട്ടാറില്ല. അത്തിപ്പഴം പിന്നെ ഒന്നും കിട്ടാറില്ല. അത് ഒരു റെഡിഷ് കളറിലോട്ട് ആകുമ്പോൾ തന്നെ അണ്ണാനും ഈ വാഴത്തത്തയും എല്ലാം വവ്വാലും ഒക്കെ വന്ന് അതിനെ അടിച്ചിട്ടുണ്ട് പോവും. മോൾ ഉണരുന്നതിന് മുമ്പിട്ട് രാവിലത്തെ കറികൾക്ക് ആവശ്യമുള്ള തേങ്ങ പൊതിച്ചിട്ട് അത് തിരുമ്മി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തേങ്ങയുടെ കാര്യം എനിക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. അധികം പാട് തോന്നാറില്ല. ഇപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾക്കായാൽ പോലും പായസത്തിനൊക്കെ 2-3 തേങ്ങയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ ചെയ്തത് 2-3 മിനിറ്റ് കൊണ്ട് മാത്രമാണ് കേട്ടോ. പക്ഷേ ഇത് ചിരണ്ടി എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും. എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചിലവർക്ക് തിരുമ്മി എടുക്കുന്നത് തന്നെ ഞാൻ ഈ ക്രഷ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തിരുമ്മി എടുക്കുമായിരിക്കും. അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് മൂലമാണല്ലോ. അപ്പം ഞാനിങ്ങനെ പൂളി എടുത്ത് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യം. ഞാനൊരു 4-5 വർഷം കൊണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് വളരെ ഈസിയാണ്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വയറ്റിൽ നിന്ന് വിളി വന്നു തുടങ്ങി. അങ്ങനെ ദോശയും ചുട്ട് ചമ്മന്തിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് മോക്കും കൊടുത്തു. പക്ഷേ അദ്ദേഹം കഴിച്ചില്ല. രാവിലെ തൊട്ട് എന്താണെന്ന് അറിയത്തില്ല, ആളുടെ കോള് മാറിയാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് കുറച്ച് കഞ്ഞി കൊടുത്തത് അത് ഇരട്ടിയായിട്ട് ഛർദ്ദിക്കുകയും ചെയ്ത്. ഈ ദോശ കൊണ്ട് കൊടുത്തിട്ട് അതും അത്ര കഴിച്ചതൊന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും രാവിലെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു. ഒരു 2 ആഴ്ച കൊണ്ട് ജലദോഷവും ചുമയും ഒക്കെ ആയതുകൊണ്ട് രാവിലെ ഒന്നും കുളിപ്പിക്കാറില്ലായിരുന്നു. ഇന്ന് ഞാൻ എന്തായാലും രാവിലെ അങ്ങ് കുളിപ്പിച്ചു. ഒത്തിരി നാളായി കണ്ണ് എഴുതി കരിയൊക്കെ വരച്ചിട്ട്. അങ്ങനെ കുളിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കണ്ണും കരിയൊക്കെ അങ്ങ് വരച്ചു കൊടുത്തിട്ടു. രാവിലെ ആണെങ്കിൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ടാണ് തല കുളിപ്പിക്കുന്നത്. വൈകിട്ട് കുളിപ്പിക്കുന്ന ദിവസങ്ങളിലൊന്നും കരി വരപ്പൊന്നും നടക്കാറില്ല. കരി വരച്ച് തീരുമ്പോഴത്തേക്ക് എന്തായാലും കഥകളിക്ക് ഒരുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടായിരിക്കും. അത്ര ഗുസ്തിയും കോലാഹലങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലും കാണിക്കുന്നുണ്ട്. ഇന്ന് പിന്നെ വീട്ടിൽ ആരുമില്ലാത്തതിൻ്റെ ഒരു മൂഡ് ഓഫും അത് കുറച്ച് നിർബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണ്ണിൽ ഞാൻ പണ്ട് തൊട്ടേ കരി എഴുതി കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഐലൈനർ വാങ്ങിച്ചിട്ട് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മാത്രം മുകൾ ഭാഗത്ത് മാത്രം ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. കാരണം ഇതൊന്നും ഒരിക്കലും നല്ല കാര്യങ്ങളല്ലല്ലോ. കണ്ണിലൊക്കെ കരി എഴുതുന്നതും ഐലൈനർ എഴുതുന്നതും ഒന്നും നല്ലതല്ലല്ലോ. പക്ഷേ ഇപ്പോൾ 1-2 തവണ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ കണ്ണിലൊന്നും കരി എഴുതാറൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഒഴിച്ചേറി അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ മിക്കപ്പോഴും തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിച്ചേറി എന്തായാലും പുളിശ്ശേരി ആയിരിക്കും. അതാണ് എളുപ്പവും പിന്നെ ഇഷ്ടവും അതാണ് കേട്ടോ. മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പുളിശ്ശേരിയാണ്, തൈര് ഉള്ളത് കൊണ്ട്. അല്ലാതെ എരിവുള്ള കറികൾ അധികം ഇഷ്ടമല്ല. എങ്കിലും വെക്കാറുണ്ട്, ഒരു ചേഞ്ചിന് വേണ്ടി ഇടയ്ക്കൊക്കെ മാറി മാറി വെക്കാറുണ്ട്. സാമ്പാറും ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിലും മോരുകറിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇന്നും ചൂര തന്നെയാണ് മീൻ. ചൂര വലിയ ചൂരയിൽ ചെറിയ ചൂര, 4 കൊച്ചു ചൂരയാണ് കിട്ടിയത്. അതാണ് വാങ്ങിച്ച് വെച്ചത്. അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് മോരുകറി വെച്ചതിന് ശേഷം മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മോരുകറി വെക്കുമ്പോൾ പിന്നെ കൂടത്താൻ തന്നെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തിളച്ച് പിരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് അത് വാങ്ങി വെച്ചിട്ട് മറ്റെന്ത് പണിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനിടയിൽ എന്നെക്കൊണ്ട് 2 ട്രിപ്പ് ജ്യൂസൊക്കെ അടുപ്പിച്ച് ആശാട്ടി അതും കൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ചെന്നതിന് ശേഷം എന്താവുന്നു എന്ന് അവസ്ഥയെന്ന് അറിയാൻ പറ്റത്തില്ല. ഓവറായിട്ട് ചെന്നാൽ വയറിളക്കവും വരുമെന്നും അറിയത്തില്ലല്ലോ. കുറച്ച് മീൻ പൊരിക്കാൻ വെച്ചതിന് ശേഷം ബാക്കി പാലൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങളിവിടെ പാലൊഴിച്ചിട്ടാണ് മീൻകറി വയ്ക്കുന്നത്. വറുത്തരച്ച് വയ്ക്കുന്ന വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. തേങ്ങ അരപ്പും വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. പുളി വയ്ക്കും, പുളിമുളകും വയ്ക്കുമല്ലോ, അതും വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ കൂടുതലും മീൻ കറി പാലൊഴിച്ചിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ഓരോ തേങ്ങ എന്തായാലും വേണ്ടി വരും ഇവിടെ. തേങ്ങാപ്പാൽ ഒഴിക്കാത്തൊരു മീൻ കറി വീട്ടിൽ വെക്കാറില്ല സാധാരണ. മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഇതിന് വേണ്ട മസാലകളെല്ലാം ഇട്ടു. പിന്നെ തക്കാളിയും ഉള്ളിയും കറിവേപ്പിലയും പുളിയും എല്ലാം ഇട്ട് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പും ഇട്ട്. അതിനെ അവിടെ ഇരുന്ന് തിളച്ചോളും. ആ സമയത്തേക്ക് കുറച്ച് മസാലകളിട്ട് മീൻ വറുക്കാനും വെച്ചേ. പിന്നെ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ എനിക്ക്. ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ അമ്മ അരച്ച് തരുന്ന ചമ്മന്തിയാണ് ഇത്. പച്ച ചമ്മന്തിയല്ല, നമ്മൾ സാധാരണ പച്ചമുളകും അല്ലെങ്കിൽ കാന്താരിമുളകൊക്കെ ഇട്ട് വെക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തിയല്ല. ആ ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വളിച്ചു പോകും. അതല്ല നമ്മളിപ്പോൾ രാവിലെ അരച്ചാലും വൈകിട്ടൊക്കെ ആകുമ്പോൾ വളിച്ചു പോകുമല്ലോ. പക്ഷേ ഈ ചമ്മന്തി ആണെന്നുണ്ടെങ്കിൽ രാത്രി ആയാലും ഒരു കുഴപ്പമില്ലാതിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കേടാവാത്ത ചമ്മന്തിയാണ്. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് ഇരിക്കുമോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വെച്ച് കഴിച്ചിട്ടില്ല. എന്തായാലും ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ഉച്ചയാവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ചോറ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.